മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന് ദേശീയ തലത്തിൽ എല്ലാ സർക്കാർ സ്വാശ്രയ കോളേജുകളിലും ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലും ഏകീകൃത എൻട്രൻസ് ടെസ്റ്റ് നടത്താനുള്ള മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും വിജ്ഞാപനമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ഏകീകൃത പ്രവേശന പരീക്ഷ വേണ്ടെന്നും നിലവിലെ സ്ഥിതി തുടരാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജുകളുടെ നിലവാരം ഉറപ്പുവരുത്തുകയാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തം. ഏകീകൃത പ്രവേശന പരീക്ഷ നടത്താൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അധികാരമില്ലെന്നും അതിനാൽ വിജ്ഞാപനം നിലനിൽക്കുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് അൽതമാസ് കബീറും ജസ്റ്റിസ് ബിക്രംജിത്ത് സെന്നും വ്യക്തമാക്കി. എന്നാൽ ഇതിനോട് ജസ്റ്റിസ് അനിൽ അർദാവെ വിയോജിപ്പ് രേഖപ്പെടുത്തി. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വിജ്ഞാപനം നിയമപരമാണെന്നായിരുന്നു അനിൽ അർദാവയുടെ നിലപാട്. 3 അംഗ ബെഞ്ചിൽ ഭൂരിപക്ഷം മറിച്ചായതിനാൽ ഏകീകൃത പ്രവേശന പരീക്ഷ വേണ്ടെന്ന് വിധിക്കുകയായിരുന്നു. സുപ്രീം കോടതി വിധി കേരളത്തെ ബാധിക്കില്ല. നേരത്തെ നടത്തിയ ദേശീയ പ്രവേശന പരീക്ഷയിൽ നിന്ന് സെപ്റ്റംബറിനകം പ്രവേശനം പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഏകീകൃത എൻട്രൻസ് പരീക്ഷ നടത്താനുള്ള തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മതഭാഷാ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. വിജ്ഞാപനം ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തിനെതിരാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. രാജ്യത്തെ വിവിധ കോളേജുകളിൽ ഒറ്റ പരീക്ഷ എന്നത് പ്രായോഗികമല്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. സുപ്രീം കോടതി വിധിയോടെ സ്വാശ്രയ സ്ഥാപനങ്ങൾക്കും അവരുടെ കൺസോർഷ്യങ്ങൾക്കും നിലവിലുള്ള രീതിയിൽ പരീക്ഷകൾ നടത്തി പ്രവേശനം നടത്താനാകും. മാനേജ്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതി വിധി. സുപ്രീം കോടതിയിൽ നിന്നും ER രാഗേഷ്, ഇന്ത്യ വിഷൻ.